ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വർഷങ്ങൾ പഴക്കമുള്ള അഞ്ചുതെങ്ങ് ഫോർട്ടിലാണ്. ഞാൻ പോയ സമയത്ത് ഇവിടെ അധികം ആരുമില്ലായിരുന്നു. ഇന്ന് ആൾക്കാർ ഇവിടെ വരുന്നത് കുറച്ച് ഫോട്ടോസ് എടുക്കാനും ഈ സ്ഥലത്തിൻ്റെ ഭംഗിയൊന്ന് ആസ്വദിക്കാനുമാണ്. മലബാർ കോസ്റ്റിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യത്തെ പെർമനൻറ്റ് ഫോർട്ട്. ഈ ഫോർട്ടിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റൈൽ യൂറോപ്യൻ ഫോർട്ടിൽ നിന്ന് ഇൻസ്പയർഡ് ആണ്. കട്ടിയുള്ള മതിലുകളും നിരീക്ഷണ ഗോപുരങ്ങളും പീരങ്കികളൊക്കെ സ്ഥാപിക്കാൻ സൗകര്യമുള്ള ഒരു കോട്ട. അറബിക്കടലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ കോട്ടയ്ക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട്. 1684 കമ്പനിക്ക് വ്യാപാര ആവശ്യങ്ങൾക്ക് വേണ്ടി ആറ്റിങ്കൽ മഹാറാണി കൽപ്പിച്ചു നൽകിയ സ്ഥലത്താണ് ഇന്ന് ഈ ഫോർട്ട് നിൽക്കുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലത്ത് ഇതൊരു മേജർ ട്രേഡിംഗ് ഹബ്ബായിരുന്നു. പിന്നീട് 1721 ആറ്റിങ്കൽ കലാപം നടന്നത് ഈ കോട്ട കേന്ദ്രീകരിച്ചായിരുന്നു. കേരളത്തിൽ ആദ്യമായിട്ട് ബ്രിട്ടീഷുകാരെ കേന്ദ്രീകരിച്ച് നടന്ന ഒരു സംഘടിത കലാപമായിരുന്നത്. ഈ കോട്ടയുടെ ഉള്ളിൽ നമുക്കൊരു ബ്രിട്ടീഷ് സെമിത്തേരിയും കാണാൻ പറ്റും. 1704 നിർമ്മിച്ച അഞ്ചുതെങ്ങ് കമാൻഡറായ ജോൺ ബാബുവിൻ്റെ പത്നി ഡിബോക്കിൻ്റേതാണ്. ഈ കോട്ട ഇപ്പം ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലാണ് സംരക്ഷിക്കപ്പെടുന്നത്. ഫോർട്ടിൻ്റെ അടുത്തുള്ള ലൈറ്റ് ഹൗസിൽ കയറി നിന്നാൽ ഈ പ്രദേശത്തിൻ്റെ ഭംഗി നല്ലോണം ആസ്വദിക്കാമെന്നാണ് ഞാൻ കേട്ടത്. സമയമില്ലാത്തതുകൊണ്ട് എന്തായാലും അവിടെ പോകാൻ പറ്റിയില്ല. എന്തായാലും അടുത്തൊരു ട്രിപ്പിലാവട്ടെ, അവിടെയും പോകണം. ചെറിയ ഫോർട്ട് ആണെങ്കിലും വളരെ ചരിത്രമുള്ള സ്ഥലമാണിത്. സോ നിങ്ങളുടെ വർക്കല ട്രിപ്പിൽ ഇതും ഇൻക്ലൂഡ് ചെയ്യുക.